ഇ.പി. ജയരാജനുമായി ചർച്ച നടത്തിയെന്ന ശോഭാ സുരേന്ദ്രന്റെ തുറന്നു പറച്ചിലിൽ ബി.ജെ.പി. നേതൃയോഗത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് പ്രകാശ് ജാവ്ദേക്കർ. ആലപ്പുഴയിൽ തന്നെ പരാജയപ്പെടുത്താൻ മുരളീധര വിഭാഗം ശ്രമിച്ചുവെന്ന് ശോഭാ സുരേന്ദ്രൻ യോഗത്തിൽ ആരോപിച്ചു. ഔദ്യോഗിക നേതൃത്വത്തോടുള്ള നീരസം പരസ്യമാക്കി പി.കെ. കൃഷ്ണദാസ് വിഭാഗം യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. അതേസമയം താൻ പറയാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതെന്ന് പ്രകാശ് ജാവ്ദേക്കർ യോഗത്തിന് ശേഷം പ്രതികരിച്ചു. ഇ.പി. ജയരാജനുമായി താൻ നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രൻ നടത്തിയ പ്രതികരണം തെറ്റായിപ്പോയി എന്നായിരുന്നു പ്രകാശ് ജാവ്ദേക്കറുടെ വിമർശനം. ഇനി ഏതെങ്കിലും പ്രതിപക്ഷ നേതാക്കൾ ബി.ജെ.പിയുമായി ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നും ജാവ്ദേക്കർ യോഗത്തിൽ ചോദിച്ചു. ശോഭയുടെ തുറന്നു പറച്ചിൽ ശരിവെച്ച സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയും ജാവ്ദേക്കർ രംഗത്തെത്തി. പാർട്ടി ദേശീയ നേതൃത്വം നടത്തുന്ന നീക്കങ്ങൾ സംസ്ഥാന നേതാക്കൾ സ്വന്തം പബ്ലിസിറ്റിക്കായി പരസ്യപ്പെടുത്തുന്നുവെന്നും ജാവ്ദേക്കർ വിമർശിച്ചു. എന്നാൽ അത്തരം കുറ്റപ്പെടുത്തലുകൾ യോഗത്തിലുണ്ടായില്ലെന്നും താൻ ആരെയും ശാസിച്ചിട്ടില്ലെന്നുമായിരുന്നു ജാവ്ദേക്കർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. We are hearing from channels what has not happened. So instead of you imagining what is happening inside, we are coming and telling what happened inside. That's the only purpose of the press conference. ലോക്സഭാ പ്രചരണ രംഗത്ത് വേണ്ടത്ര പരിഗണന നൽകിയില്ല എന്ന് നീരസമുള്ള പി.കെ. കൃഷ്ണദാസ് വിഭാഗം നേതാക്കൾ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. എന്നാൽ അത് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടല്ലെന്നാണ് ബി.ജെ.പി. നേതൃത്വത്തിന്റെ വിശദീകരണം. ആലപ്പുഴയിൽ തന്നെ പരാജയപ്പെടുത്താൻ മുരളീധരപക്ഷം ശ്രമിച്ചുവെന്ന് യോഗത്തിൽ ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിലും ഇതുണ്ടായെന്നും ശോഭ കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വലിയ വിജയം നേടുമെന്ന് നേതൃയോഗശേഷം നേതാക്കൾ അവകാശപ്പെട്ടു. എന്നാൽ എത്ര സീറ്റുകൾ നേടുമെന്നോ എവിടെയൊക്കെ വിജയിക്കുമെന്നോ പറയാൻ നേതൃത്വം തയ്യാറായില്ല. തിരുവനന്തപുരത്തും തൃശൂരും 4 ലക്ഷത്തിലധികം വോട്ടുകൾ നേടുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. ആറ്റിങ്ങലിൽ വി. മുരളീധരൻ നേടുന്നതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ പെട്ടിയിലാക്കുമെന്നും നേതൃയോഗം വിലയിരുത്തി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.